ക്ലാസ് മുറിയിലെ വൈദ്യുതി പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്നു. ഇനി പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുട്ടികളെല്ലാം സന്തോഷത്തിലാവുന്നു. ഇതേ സമയം നൈറ്റോഫോബിയ ബാധിച്ച പെൺകുട്ടി പെട്ടെന്ന് പരിഭ്രാന്തിയിലാവുന്നു. ക്ലാസ് മുറിയിൽ ഇരുട്ടായപ്പോൾ മുതൽ പെൺകുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് അവൻ ഉടനെ ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് ആ പ്രകാശം അവളുടെ നേർക്ക് പിടിക്കുന്നു. തുടർന്ന് അവൻ ശ്രദ്ധാപൂർവം അവളെ ആശ്വസിപ്പിച്ചു. ആ നിമിഷം മുതൽ അവൻ അവളുടെ നായകനാവുന്നു. സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുവന്ന ആദ്യ ദിവസം തന്നെ അവൾ അവന്റെ ഡെസ്ക് മേറ്റ് ആവുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള സഹപാഠി അവനൊരു മോശം വിദ്യാർത്ഥിയാണെന്ന് പറയുന്നു. അവനൊരു മോശം പയ്യനാണെന്ന് അവൾ വിശ്വസിക്കുന്നില്ല. ക്ലാസ് റൂമിലിരുന്ന് ഉറങ്ങിയതിന് ടീച്ചർ അവനെ ശകാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരാത്തതിനാൽ അവളെയും ടീച്ചർ ശകാരിക്കുന്നു. ശിക്ഷയായി ഇന്ന് മുഴുവൻ ക്ലാസ് റൂമിന് പുറത്ത് നിൽക്കാൻ അവളോട് സാർ ആവശ്യപ്പെടുന്നു. ഇതേ സമയം അവൻ അവന്റെ ടെക്സ്റ്റ് ബുക്ക് അവളുടെ നേർക്ക് നീട്ടി വെച്ചിട്ട് അവൾ പുതിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ക്ലാസ്സിന് പുറത്തേക്ക് പോയി നിൽക്കുന്നു. ആ സംഭവത്തിൽ നിന്ന് അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് അവൾ കരുതി. സ്കൂളിൽ നിന്ന് മടങ്ങാൻ നേരം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുടയില്ലായിരുന്നവൾ മഴയത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതേ സമയം അവളെ അവൻ വന്ന് തടയുന്നു. കയ്യിലുണ്ടായിരുന്ന കുട അവളെ ഏൽപ്പിച്ച് അവൻ അവിടെ നിന്ന് മഴയത്തേക്ക് പോകാൻ ഇറങ്ങുന്നു. അപ്പോൾ അവനെ തടഞ്ഞിട്ട് അവൾ കുട അവന്റെ നേർക്ക് നൂത്തുപിടിക്കുന്നു. പക്ഷേ അവൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരും അവളെ ഒരു മോശം വിദ്യാർത്ഥിനിയായി കാണുമെന്ന്. പക്ഷേ ആളുകൾ എന്ത് പറഞ്ഞാലും തനിക്ക് ഭയമില്ല എന്ന് പെൺകുട്ടി തീർത്തു പറയുന്നു. അതോടെ അവൻ അവളുടെ കയ്യിൽ നിന്ന് കുട പതുക്കെ വാങ്ങി രണ്ടുപേരും ഒരുമിച്ച് മുൻപോട്ട് നടക്കുന്നു. പക്ഷേ അവൻ ഇതിനോടകം അവളുമായി ആഴത്തിൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ ആ പ്രണയത്തിന് അധികനാൾ ആയുസുണ്ടെന്ന് ആ യുവാവിന് അറിയില്ലായിരുന്നു. പെൺകുട്ടി മാരകമായ അസുഖത്തിന് അടിമയാണെന്നുള്ളത്.